BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ സെക്കൻഡ് വീക്കിലേക്കുള്ള ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയാണ്. പുതിയൊരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ എല്ലാവർക്കുമുള്ള സന്തോഷം ഓൾറെഡി ഉള്ള ക്യാപ്റ്റന്റെ ക്യാപ്റ്റൻസി നഷ്ടപ്പെട്ടതിലാണ്. കാരണം അനീഷിന്റെ ക്യാപ്റ്റൻസിയിൽ മറ്റ് കണ്ടസ്റ്റൻസ് ആരും തന്നെ തൃപ്തരല്ല. എന്തായാലും ഭാഗ്യത്തിന്റെ പണിപ്പെട്ടി എന്ന് പറയുന്ന ടാസ്കിൽ പങ്കെടുത്ത 8 പേരിൽ നിന്ന് മാത്രമാണ് ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയുള്ള 3 പേരെ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോരുത്തരും അവർക്കിഷ്ടപ്പെട്ട 2 പേരെ തിരഞ്ഞെടുത്തതിന് ശേഷം കാരണവും കൂടി വ്യക്തമാക്കണം. അങ്ങനെ വോട്ടിങ്ങിലൂടെയാണ് ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വോട്ട് ലഭിക്കുന്ന 3 പേരായിരിക്കും ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കാൻ പോകുന്നത്. ആദ്യമായി വന്നത് ശരത്തായിരുന്നു. ശരത്ത് തിരഞ്ഞെടുത്തത് ഷാനവാസിനെയും അക്ബറിനെയുമായിരുന്നു. രഞ്ജിത്ത് പറഞ്ഞത് ഷാനവാസിനെയും ബിന്നിയും. ആദില ആൻഡ് നൂറ പറഞ്ഞത് ജിസേലിനെയും ഷാനവാസിനെയുമായിരുന്നു. രേണുസുതി തിരഞ്ഞെടുത്തത് ബിന്നിയെയും അക്ബറിനെയും. അനുമോൾ തിരഞ്ഞെടുത്തത് ഷാനവാസിനെയും ബിന്നിയെയും. ശൈത്യ ആകട്ടെ അക്ബറിനെയും ആര്യനെയുമാണ് സെലക്ട് ചെയ്തത്. ക്യാപ്റ്റൻസിക്ക് വേണ്ടി ബിൻസി സെലക്ട് ചെയ്തത് അഭിലാഷിനെയും ബിന്നിയുമായിരുന്നു. സരിക സെലക്ട് ചെയ്തത് അഭിലാഷിനെയും ബിന്നിയും തന്നെയാണ്. ഒനീലാകട്ടെ അഭിലാഷിനെയും ജിസേലിനെയുമാണ് സെലക്ട് ചെയ്തത്. നെവിൻ സെലക്ട് ചെയ്തത് ജിസേലിനെയും അഭിലാഷിനെയുമാണ്. സരിക സെലക്ട് ചെയ്തത് ബിന്നിയെയും അഭിലാഷിനെയും. ബിന്നി സെലക്ട് ചെയ്തത് അഭിലാഷിനെയും അക്ബറിനെയും. റന ഫാത്തിമ സെലക്ട് ചെയ്തത് ഷാനവാസിനെയും അഭിലാഷിനെയും. ആര്യനാകട്ടെ അക്ബറിനെയും അഭിലാഷിനെയുമാണ് തിരഞ്ഞെടുത്തത്. ജിസേൽ തിരഞ്ഞെടുത്തത് ഷാനവാസിനെയും ആര്യനെയുമായിരുന്നു. അക്ബർ തിരഞ്ഞെടുത്തത് അഭിലാഷിനെയും ജിസേലിനെയും. ഷാനവാസ് സെലക്ട് ചെയ്തത് അഭിലാഷിനെയും ബിന്നിയുമായിരുന്നു. അഭിലാഷ് സെലക്ട് ചെയ്തത് റന ഫാത്തിമയെയും അക്ബറിനെയുമായിരുന്നു. അനീഷ് സെലക്ട് ചെയ്തത് ഷാനവാസിനെയും റെനയുമായിരുന്നു. അങ്ങനെ 19 കണ്ടസ്റ്റൻറ്റിനെയും വോട്ടിങ്ങിന് ശേഷം 7 വോട്ടുകളോടുകൂടി ബിന്നിയും ഷാനവാസും 10 വോട്ടുകളോടുകൂടി അഭിലാഷുമാണ് സെക്കൻഡ് വീക്കിലെ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള ടാസ്ക് പിന്നീട് അറിയിക്കുന്നതായിരിക്കും.